നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന വിഭാഗമാണ് മാധ്യമങ്ങൾ. നമ്മുടെ മാധ്യമങ്ങൾ ഭാഷയെയും സംസ്കാരത്തെയും വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? ഒരു ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ആക്ഷേപ ഹാസ്യ അവതരണമാണ് ഇനി വരുന്നത്. ഹലോ ചേട്ടാ, ഒരു മിനിറ്റ്. ഇവിടെ ആർക്കും എന്തോ കിട്ടിന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരു രാഘവൻ മാഷ്, അയാളുടെ വീട് എവിടെയാ? രാഘവൻ മാഷിന്റെ വീട് ഇവിടെ അടുത്താ. അവിടെ ചെന്നാ പുള്ളിയെ കാണാൻ പറ്റുമോ? ഇല്ല. അതെന്താ? അയാൾ ഇവിടെ നിൽക്കിയല്ലേ. എന്നിട്ട് അവിടെ കാണാനില്ലല്ലോ. ഈ നിൽക്കുന്ന ഞാനാടോ രാഘവൻ മാഷ്. സാറാണ് ഈ രാഘവൻ മാഷ്. ഒരൊറ്റ മനുഷ്യനറിയില്ലട്ടാ. വഴി കണ്ട പലരോടും ഞങ്ങൾ തിരക്കിയതാ. സാറിന് മാത്രമേ സാർ ആരാണെന്ന് അറിയാവൂ. ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിലും മാധ്യമപ്രവർത്തകരായ നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെ കാണുമ്പോ തന്നെ തിരിച്ചറിയാൻ സാറ് സോളാർ കേസിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല. സിനിമാ നടിയെ തോണ്ടിയിട്ടുണ്ടോ? അയ്യോ ഇല്ല. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. കുറഞ്ഞതൊരു പീഡന കേസിലെ 50 പ്രതിയെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ലടോ. പിന്നെ ഈ അവാർഡ് എന്ന ആക്കാര് സാറിന് എങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാൻ ഭാഷയ്ക്ക് നൽകിയ സംഭാവന എത്ര കനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും അവാർഡ് കമ്മിറ്റിക്ക് അറിയാം. ആഹാ, അപ്പൊ സംഭാവന കൊടുത്തു വാങ്ങിയ അവാർഡാണല്ലേ. റോൾ ക്യാമറ, റോളിംഗ് സ്റ്റാർ, ആക്ഷൻ. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത: ഭാഷാരത്ന പുരസ്കാരം തനിക്ക് കിട്ടിയത് കനത്ത സംഭാവനകൾ നൽകിയിട്ടെന്ന് രാഘവൻ മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ഉടൻ തിരികെ എത്താം. മലയാളി വിഷം ചാനലിന് വേണ്ടി. വിഷമല്ല, വിഷൻ. രണ്ടും ഒന്ന് തന്നെ ഇടൂ. ചാനലിന് വേണ്ടി ക്യാമറമാൻ സാരംഗ ബാബുവിനോടൊപ്പം അരവിന്ദ് സ്വാമി പൂച്ചാക്കൽ. കൊള്ളാലോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം. താങ്ക് യു സാർ. എങ്ങനെ എത്തിപ്പെട്ടു ഈ തൊഴിലിൽ? തൊഴിലോ? ഞങ്ങളെ മാധ്യമ പ്രവർത്തകരാ. ഓ, എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് സാറിന്റെ ഒരു ബൈറ്റ് വേണം. ബൈറ്റോ? ബൈറ്റ് എന്ന് വെച്ചാ കടിയല്ലേ? സാറ് ഞങ്ങളോടൊന്ന് സംസാരിച്ചാ മതി, അതാണ് ഈ ബൈറ്റ്. ക്യാമറ റോൾ, റോളിംഗ്, ആക്ഷൻ. പറയൂ സാർ, സത്യത്തിൽ താങ്കൾ കവിയാണോ, നോവലിസ്റ്റ് ആണോ, നിരൂപകനാണോ, അതോ സാഹിത്യകാരനാണോ? ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നുമല്ല. മലയാള ഭാഷയെ ഉപാസിച്ചു കഴിയുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും ബ്രേക്കിംഗ് ന്യൂസ്. ഭാഷയെ ഉപേക്ഷിച്ച് കഴിഞ്ഞയാളാണ് താനെന്നും കവിയാണോ, നിരൂപകനാണോ, സാഹിത്യകാരനാണോ എന്ന് തനിക്ക് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് ഈ അവാർഡ് കിട്ടിയതെന്നും രാഘവൻ മാസ്റ്ററുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. മൊഴിയുടെ പൂർണ്ണരൂപം 2 ദിവസത്തിനകം ഞങ്ങൾ പുറത്തുവിടും. കൂടുതൽ വിവരങ്ങളുമായി ക്യാമറമാൻ ബാബുവിനോടൊപ്പം അരവിന്ദ് സ്വാമി പൂച്ചാക്കൽ. ഇനി എന്താണ് മാഷിന് പറയാനുള്ളത്? എന്തു പറഞ്ഞിട്ടെന്താ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ വളച്ചൊടിക്കുകയല്ലേ. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതാണ് മാധ്യമധർമ്മം. തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയും? അപ്പോ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളോ? ക്യാമറ കള്ളം പറയില്ല. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. ഇത് സാർ എഴുതിയതാണ്. ഇതിനാണ് അവാർഡ് കിട്ടിയത്. ഇത് എഴുത്തച്ഛന്റെ ആടോ. ആഹാ, ഇത്രയും മനോഹരമായ കവിത എഴുതിയ എഴുത്തച്ഛന് കിട്ടേണ്ട പുരസ്കാരമാണോ താങ്കൾ തട്ടിയെടുത്തത്? വണ്ടി എടുക്കടാ. എങ്ങോട്ട്? എഴുത്തച്ഛന്റെ വീട്ടിലേക്ക്. പുള്ളിയുടെ പ്രതികരണം അറിയണ്ടേ? കഷ്ടം. നമസ്കാരം, ന്യൂസ് പവറിലേക്ക് സ്വാഗതം. രാഘവൻ മാഷ്ക്ക് ലഭിച്ച ഭാഷാരത്നം അവാർഡ് വിവാദത്തിന്റെ ചൂടേറിയ ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മലയാള ഭാഷയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ അവാർഡ് ജേതാവ് രാഘവൻ മാസ്റ്റർ. നമസ്കാരം. പ്രശസ്ത ചാനൽ അവതാരകയും ഫാഷൻ ഡിസൈനറുമായ പ്രൊഫസർ ജയന്തി അത്തിമുറ്റം. പ്രമാദമായ പല കേസുകളും ബാധിച്ച് മാധ്യമങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സാക്ഷിക്ക് വരെ തൂക്കുകയർ വാങ്ങിക്കൊടുത്ത അഡ്വക്കേറ്റ് ചിത്രഗുപ്തൻ, PWD BSNL. കഴിഞ്ഞ 20 വർഷങ്ങളായി പാലാരിവട്ടം ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ചായക്കടക്കാരൻ സുഗുണൻ. പറയൂ സാർ, എന്താണ് മലയാള ഭാഷയെ കുറിച്ച് പറയാനുള്ളത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭാഷയാണ് മലയാളം. തീർച്ചയായും. ഇപ്പോ ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിരിക്കുകയുമാണ്. ഓ, എപ്പോ? അതൊക്കെ കിട്ടി. പക്ഷേ മലയാളികൾ തന്നെ മലയാളം പറയരുതെന്നും പകരം ഇംഗ്ലീഷ് പറയണമെന്നും
അഥവാ മലയാളം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പോലെ പറയണമെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു കാലമാണിത്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് സാറിനോടല്ല, പ്രൊഫസർ ജയന്തി അത്തിമുറ്റത്തിനോടാണ് എന്റെ ചോദ്യം. ചമ്മിപ്പോയി. ആക്ച്വലി മാസ്റ്റർ രാഘവൻ മിസ്റ്റർ രാഘവൻ മാസ്റ്റർ പറഞ്ഞത് ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇൻ ഇംഗ്ലീഷ് ദേ ആർ അപ്ഡേറ്റിംഗ് ദെയർ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, മലയാള ഭാഷ ഉണ്ടായതിനു ശേഷമുള്ള വസ്തുക്കൾക്കൊന്നും മലയാളത്തിൽ വാക്കുകളില്ല. മനസ്സിലായില്ല. ഒരു ചായക്കടക്കാരനെ അത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, സിം കാർഡ്, പാസ്പോർട്ട്, മൊബൈൽ ഫോൺ, സ്വിച്ച്, ബസ്, എക്സെട്ര എക്സെട്ര. ഇതിനൊന്നും മലയാളത്തിൽ വാക്കുകളില്ല. എന്നാൽ ഇംഗ്ലീഷിലോ എന്ത് സാധനത്തിനും വാക്കുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടംപൊരി അതിന് ഇംഗ്ലീഷ് എന്താ പറയണത്? അവളും ചമ്മി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിന് ആവശ്യമായ വാക്കുകളില്ല എന്ന് പറയുന്നു. മാഷിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ലാത്തതിനെ കുറിച്ച് വിലപിക്കാൻ നിൽക്കാതെ നമ്മുടെ ഭാഷയിലുള്ള വാക്കുകൾ എത്ര പേർ ഉപയോഗിക്കുന്നു? സോറി സോറി എന്ന് പറയുന്നവര് എപ്പോഴെങ്കിലും ക്ഷമിക്കണം എന്ന് പറയാറുണ്ടോ? ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നൊക്കെയല്ലേ എല്ലാരും പറയുക. സുപ്രഭാതം, ശുഭരാത്രി, അതൊക്കെ എവിടെ പോയി? യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ് സാർ. ഈ വിഷയം നമ്മളോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് നമ്മളോടൊപ്പം കൂടുന്നു. പറയൂ സാർ, രാഘവൻ മാസ്റ്റർക്ക് ഭാഷാരത്നം ലഭിച്ചതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ രത്നം കിട്ടുന്നതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ രത്നങ്ങളാ കിട്ടിയത്. കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ പോലെയല്ലേ അവിടുത്തെ നിലവറകൾ. A, B, C. സാർ ഭാഷാരത്നം അവാർഡിനെ കുറിച്ച് ഈ രത്നത്തിന് എന്തു വിലയാ ഉള്ളത്? അങ്ങനെ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഭാഷാ ഉള്ളി, ഭാഷാ സവോള എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഉള്ളിക്കും സവാളയ്ക്കൊക്കെ ഇപ്പൊ രത്നത്തെക്കാൾ കൂടുതൽ വിലയല്ലേ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം. അതെന്തിനാണ് സാർ ഇവിടെ പറയുന്നത്? ശീലമായി പോയി. ലാൽ സലാം. നന്ദി സാർ, ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇനി സംസാരിക്കുന്നതിന് വേണ്ടി കേരള മുഖ്യമന്ത്രി നമ്മളോടൊപ്പം കൂടുന്നു. പറയൂ സാർ, എന്താണ് ഈ അവാർഡിനെ കുറിച്ച് പറയുവാനുള്ളത്? ഈ അവാർഡ് കിട്ടിയ രാഘവൻ മാസ്റ്റർക്ക് ഗവൺമെന്റിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. എന്തിനാണ് സാർ അർത്ഥം വച്ചിരി? അല്ല, അവാർഡ് കിട്ടിയല്ലോ. ഈ മനുഷ്യന്റെ കഷ്ടകാലത്തിലാണ് ഒരു അവാർഡ് കിട്ടുന്നത്. അനുഭവത്തിന്റെ സോളാർ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, മികച്ച മുഖ്യമന്ത്രിക്കുള്ള UN അവാർഡും മേടിച്ച് തിരിച്ചു വരുമ്പോഴാണ് എന്റെ കഷ്ടകാലം തുടങ്ങിയത്. ഈ 13 ഒരു മോശം നമ്പറാണെന്ന് പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഈ 2013 പോലെ ഒരു വർഷം എന്റെ ജീവിതത്തില് ഉണ്ടായിട്ടില്ല. എല്ലാ കേസും എറിയുന്ന കല്ലും മുഖ്യമന്ത്രി ഓഫീസിന് നേരെയാണ്. ഈ അടുത്ത കാലത്ത് തേവര പാലത്തിന്റെ അടി കൂടി പോയ ഒരുത്തനെ തേള് കുത്തി. ഈ തേള് കുത്താനുള്ള പ്ലാൻ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോണു. അയ്യോ കരിങ്കോടി, വഴി തടയില്ലേ പറ. ഫോൺ എടുക്ക് സാറേ. പാടില്ല സാറേ ഫോൺ എടുക്ക്. ആ ഫോൺ എടുക്കാൻ പാടില്ല സാറേ ഫോൺ എടുക്ക്. ആ ഫോൺ എടുത്താൽ വളരെ വലിയ അപകടമാണ്. അതെടുത്താൽ എന്താ കുഴപ്പം? ഒരാവശ്യവുമില്ലാതെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിനു വേണ്ടി PC ജോർജ് ഇങ്ങോട്ട് വിളിക്കുന്ന ഫോണാണത്. അയ്യോ, PC ജോർജും ചമ്മി. വാർത്തകൾ തുടരുന്നു. നാളെ വൈകുന്നേരം ജന്മനാട്ടിൽ സ്വീകരണം നടക്കാനിരിക്കെ മാഷിന് എന്താണ് പറയാനുള്ളത്? അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാലാകാലങ്ങളായി ഈ കവികളും സാഹിത്യകാരന്മാരും എന്തെല്ലാം ക്രമസമാധാന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടർ എന്ന നിലയിൽ താങ്കൾക്കത് ധൈര്യമായിട്ട് പറയാം. എനിക്ക് നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ, ചെങ്ങമ്പുഴയുടെ വാഴക്കൊല. വാഴക്കൊലയ്ക്ക് എന്താ കുഴപ്പം? ഭാഷാരത്നമാണത്രേ, ഭാഷാരത്നം. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൃഷിഭൂമി കർഷകന് സ്വന്തമാണ്. സെക്ഷൻ 166 CRPC 314 പ്രകാരം അടിയാന്റെ കുലവെട്ടിയതിന് ജമ്മിയും ചെങ്ങമ്പഴയും കൂടെ അകത്ത് കിടന്ന് ഉണ്ട തിന്നേനെ. വാഴക്കൊല പോട്ടെ, മാമ്പഴം എടുക്കാം. അഡ്വക്കേറ്റ്, പഴങ്ങളുടെ പേര് പറയുന്നതൊന്ന് നിർത്താമോ? വിശന്നിട്ട് വയ്യ. താൻ പോടോ. മാവിന്റെ പൂങ്കുല നശിപ്പിച്ചതിന് കുട്ടിയെ അമ്മ തല്ലി. ചൈൽഡ് വെൽഫെയർ ആക്ട് പ്രകാരം അമ്മ 6 വർഷം അകത്ത് കിടക്കേണ്ടതാ. എന്നിട്ട് അടുത്ത വർഷം മാങ്ങ കണ്ടപ്പോൾ അമ്മയ്ക്ക് കണ്ണീര് വരുന്നു. ഏതെങ്കിലും ജഡ്ജി വിശ്വസിക്കുമോ?
ആ കേസൊക്കെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അന്നേ അമ്മ അകത്ത് കിടന്ന അഴി എണ്ണിയേനെ. നോട്ട് ദ പോയിന്റ്. അങ്കണ തൈമാവിൽ നിന്നും, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, തൈമാവിൽ നിന്നും. തൈമാവാണെങ്കിൽ മാങ്ങ എങ്ങനെ ഉണ്ടായി? പറ. ഭാഷാരത്നം ഇവിടെ പറ. മാത്രവുമല്ല, അതിൽ നിന്നും ആദ്യത്തെ പഴം വീഴുകേ. പഴം അങ്ങനെ മാവിൽ നിന്ന് വീഴും. സെക്ഷൻ 306 തെളിവ് നശിപ്പിക്കൽ. നാളെ ഇത് ചക്കയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിക്കണ്ടേ? കവിതകളെ കുറിച്ചാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണല്ലോ. ആ സ്ത്രീയെ വിളിച്ച് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ അവരെല്ലാം തത്ത പറയും പോലെ പറയും. തത്ത. ഇനി തത്തയെ കുറിച്ച് പറയാം. എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്. ഞാൻ ആ പുസ്തകം കണ്ടു. ഇത്രയുണ്ട്. ഒരു കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആ മേനകാ ഗാന്ധി എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, വേണ്ട, ആ തത്തയുടെ ഒരു പരാതി കിട്ടിയിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ, ഈ തത്ത എങ്ങനെ പരാതി പറയും? 500 പേജ് പാട്ട് പാടുന്ന തത്തയ്ക്ക് 2 പേജ് പരാതി പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി വയ്യെങ്കിൽ മജിസ്ട്രേറ്റിനെ കണ്ട് രഹസ്യമൊഴി കൊടുക്കാൻ ഞാൻ ഏർപ്പാടുണ്ടാക്കിയേനെ. അതല്ലേ പെട്ട ട്രെൻഡ്. ഐ വിൽ നോട്ട് സ്പെയർ ദിസ് ടൈപ്പ് ഓഫ്. ആനന്ദിനാണോ എന്നെ തല്ലിയത്? എനിക്ക് വലിയ പഠിപ്പിന് വിവരമൊന്നുമില്ല എന്ന് കരുതി മണ്ടത്തരം പറയരുത്. ഇത് വാർത്ത വായിക്കുന്ന സ്ഥലമാണ്, ചന്തയല്ല. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നോ നോ നോ. നിർത്താൻ. 10-35 കൊല്ലം നിങ്ങളെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ മേച്ചു നടന്നവനാ ഞാൻ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ചൂരവടിയെടുത്ത് നല്ല പെട്ടപ്പെട്ടയ്ക്ക് ഞാൻ. ശക്തമായ ഒരു മാധ്യമം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എന്തു തോന്നിവാസവും പറയാമെന്നായോ? വിമർശിക്കുമ്പോ പോലും അതിനൊരു മാന്യതയും മര്യാദയും ഉണ്ടാവണം. മലയാളിയുടേതായ ഒരു സംസ്കാരം ഉണ്ടാവണം. നിങ്ങൾ ഈ മുറിക്കാത്തിരുന്ന് പറയുന്നത് നാട് മുഴുവൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഇത് കണ്ടല്ലേ കുട്ടികൾ വളരുന്നത്. അതുകൊണ്ട് നന്മ മനസ്സിൽ സൂക്ഷിക്കുക, നല്ല ഭാഷ പറഞ്ഞ് ശീലിക്കുക. നമ്മുടെ അക്ഷരമാലയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയാമോ? നോ സർ. ഇവിടെ എനിക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചായ അടിക്കാൻ നിൽക്കൂ സാറേ. ഇതൊക്കെ പറയാൻ നാവ് വഴങ്ങുന്ന മലയാളിക്ക് എവിടെ പോയാലും ഏതു ഭാഷയും വഴങ്ങും. അതുകൊണ്ടാണ് മലയാളി അറബി പറയുന്നത്. അവൻ ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, തെലുങ്ക് പറയും, കന്നഡ പറയും, ഫ്രഞ്ചും പറയും. ഇനി ചൊവ്വയിൽ വല്ല ഭാഷയും ഉണ്ടെങ്കിൽ അതും മലയാളി പറയും. മലയാളിയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ലോകത്തിലെങ്ങുമേ ചെന്ന് പിഴയ്ക്കാൻ കഴിവേറിയോൻ, മലയാളത്തിലുള്ളൊരു മനുഷ്യൻ മഹിതാശയൻ, ഭാഷയേതും അതേ മട്ടിൽ പേശുവാൻ വശമാകുവോൻ, ഏതു നാടും തൻ്റെ വീടായി മാറ്റുവാൻ കഴിവുറ്റവൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, വീട്ടിൽ പോയിരുന്ന് ആദ്യം നമ്മുടെ അക്ഷരമാല നല്ല വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ചൊല്ലി പഠിക്കുക. ശരി. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും CV രാമപിള്ളയും ഒക്കെ എഴുതി വെച്ചത് ഉറക്കെ വായിച്ചു പഠിക്കുക. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കൊള്ളാവുന്നവരുമായി കൊള്ളാവുന്ന കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ ചാനൽ ചർച്ചയ്ക്ക് അന്ന് ഞാൻ വരാം.